മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 130 അടിയെത്തി. 130.45 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. 3054 ഘന അടി വെള്ളം സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, എങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ്? ഇപ്പോൾ അവിടുത്തെ മഴ എങ്ങനെയുണ്ട്? ജലലക്ഷ്മി, മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. 130 അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു. ഡാമിലെ പരമാവധി സംഭരിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് 142 അടിയാണ്. നിലവിലെ റൂൾ കർവ് അനുസരിച്ച് സെപ്റ്റംബർ 10 മുതൽ 20 വരെയുള്ള സമയത്തും അതോടൊപ്പം തന്നെ നവംബർ 20 ശേഷവും വർഷത്തിൽ ഈ രണ്ട് സമയത്ത് മാത്രമാണ് പരമാവധി അല്ലെങ്കിൽ 142 അടിയിലേക്ക് ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയുക. അല്ലെങ്കിൽ റൂൾ കർവ് അനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കേണ്ടതുണ്ട്. അത് തമിഴ്നാടാണ് ആ കാര്യം നിയന്ത്രിക്കുന്നത്. എന്തായാലും റൂൾ കർവ് അനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 136 അടിക്ക് ശേഷം മാത്രമേ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയൂ. എന്നാൽ തമിഴ്നാടിന് കൂടുതൽ വെള്ളം കൊണ്ടുപോയി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയും. എന്തായാലും മുൻവർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സമയത്ത് കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് 1600 ഘനയടി വെള്ളമാണ് ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നത്. മഴ കുറഞ്ഞു നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ഡാമിലെ ജലനിരപ്പ് കുറയാൻ സഹായിക്കും എന്നും കൂടി പ്രതീക്ഷിക്കുന്നു. ശരി ജെയിൻ, എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 130 അടിയായിട്ടുണ്ട്. മഴ കുറഞ്ഞ ഒരു സാഹചര്യം കൂടിയാണ് ഇടുക്കിയിലുള്ളത്.